സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സരവണ സ്റ്റോറാണ് നമ്മുടെ മധുരയിലുള്ളത്. മധുരൈ MGR ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള സരവണ സ്റ്റോർ ഉദ്ഘാടനമായിട്ട് 2 വർഷം അടുപ്പിച്ചായിട്ടുണ്ട്. 7 നിലകളിലായിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ A to Z ഐറ്റംസുകൾ വാങ്ങിക്കാം. അതിൽ ഏറ്റവും എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് 1,37,995 രൂപയ്ക്ക് ഒരു വീട്ടിന് ആവശ്യമായിട്ടുള്ള A to Z ഐറ്റംസുകൾ, എസ്പെഷ്യലി കല്യാണം കഴിഞ്ഞതിന് ശേഷം പുതിയോണും പുതിയാപ്പിളയും വീട്ടിൽ ആക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു വീട്ടിലോട്ട് മാറ്റുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, എല്ലാ സാധനങ്ങളും എന്താ ഒരു കോംബോ 137,995 എന്ന് പറയുന്ന ഒരു റേറ്റിനാണ് എനിക്ക് കിട്ടും എന്നുള്ളത് ഒരു രക്ഷയില്ലാത്ത ഒരു ഇടിവെട്ട് ഐറ്റം തന്നെയാണ്. 7 നിലയുള്ള പടുകൂറ്റൻ സരവണ സ്റ്റോർ മധുരയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴേക്കും 1000 രൂപ, 2000 രൂപ, 3000 രൂപ, 4, 5 അങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് പോകുന്ന ആ ഒരു ഇൻ ബിറ്റ്വീൻ എന്നുള്ള ഒരു റേറ്റിനാണെങ്കിൽ ഇവരുടെ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസുകളുണ്ട്. അതുകൂടാതെ കുറച്ച് കൂടുതൽ ഐറ്റംസുകളൊക്കെ 1000, 2000 രൂപയ്ക്കൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ബാച്ചിലറായിട്ട് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇവരുടെ വാഹനത്തിൽ തന്നെ ഇവരുടെ ആയിട്ടുള്ള കുറേ പോയിൻറ്റ്സിലുണ്ട്. ആ പോയിൻറ്റ്സിലാണെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഏകദേശം 4000 രൂപയ്ക്ക് അടുപ്പിച്ച് പർച്ചേസ് ചെയ്തായിരുന്നു. ഇതുപോലെ ഈ ഒരു റേറ്റിൻ്റെ അകത്ത് വരുന്ന ഇൻ ബിറ്റ്വീനിൽ നമ്മളുടെ ഗിഫ്റ്റും വാങ്ങിക്കാം. അതോടൊപ്പം തന്നെ ഇവർ ഗിഫ്റ്റ് വൗച്ചറും ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവരുടെ സ്വന്തം വാഹനത്തിലാണെങ്കിൽ നമ്മുടെ ആ ഒരു മാക്സിമം പോയിൻറ്റിലാണെങ്കിൽ കൊണ്ട് വിടുന്നതുമായിരിക്കും. നമ്മൾ മാത്രമല്ല, ഇഷ്ടംപോലെ പേര് കാണും വാനിലായിരിക്കും പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ എനിക്കിനെ 3600 രൂപ അടുപ്പിച്ചിട്ട് സാധനം വാങ്ങിച്ച സമയത്താണെങ്കിൽ എനിക്കൊരു 400 രൂപയുടെ ഒരു ഡിഫറൻസ് വന്നിട്ട് ബില്ലിങ്ങിൽ ഉണ്ടായി, അല്ലെങ്കിൽ 400 രൂപയുടെ ഡിഫറൻസ് വന്നിട്ട് എനിക്ക് ലാഭം ഉണ്ടായി. അപ്പോൾ നമ്മൾ ഓരോ ഫ്ലോറായിട്ട് നമ്മൾ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ സ്റ്റെപ്പ് വഴി കയറിയത് ഫസ്റ്റ് ഫ്ലോറിൽ വന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതലും ഈ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് ഐറ്റംസിലാണ്, എസ്പെഷ്യലി ഫോർ ലേഡീസ്. നല്ല രീതിയിൽ നല്ല അടിപൊളി ലൈറ്റ് എല്ലാ സംഭവം ഡെക്കറേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. മധുരൈ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ഫുഡിങ്സിന് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. രണ്ടാമത് കൊടുക്കേണ്ട ഫോക്കസിങ് എന്ന് പറയുന്നത് ഇതുപോലെ ഡ്രസ്സ് ഐറ്റംസിലാണ്. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ നോക്കി സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചീപ്പായിട്ടുള്ള റേറ്റിന് കിട്ടും. എനിക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ് ഐറ്റംസുകൾ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ 1 ഡേ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഫാമിലി ആയിട്ട് നമ്മൾ മധുരൈ വന്നത്. മധുരൈ വന്ന സമയത്തിന് ഏകദേശം ഞാൻ അപ് ടു 4000 റുപ്പീസിനാണെങ്കിൽ ഇവിടെ നിന്ന് മാത്രം പർച്ചേസ് ചെയ്തു. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, വാഹനത്തിൽ നമ്മളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ഇവിടെ ഡ്രിങ്ക്സ് ആൻഡ് സ്നാക്സ് ഐറ്റംസുകളും ചെറിയ രീതിയിലുള്ള മിനി മീൽസ് ഐറ്റംസൊക്കെ വളരെ ചീപ്പസ്റ്റ് ആയിട്ട് തന്നെ വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ബൾക്കായിട്ട് കസ്റ്റമേഴ്സ് വരുന്നതിൻ്റെ പേരിൽ ആ ഒരു ഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസിനൊന്നും നിങ്ങൾ പേടിക്കേണ്ട. അത്യാവശ്യം നീറ്റ് ആൻഡ് ഹൈജീനിക് പ്രാക്ടീസ് തന്നെയാണ് ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഞാനെല്ലാം കണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൽ യാതൊരു വിധത്തിലുള്ള ഒരു പ്രൊമോഷൻ വീഡിയോസ് അങ്ങനെ ഒന്നും തന്നെ അല്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മധുരൈ വന്നു കഴിഞ്ഞാൽ മധുരയിലെ സരവണ സ്റ്റോർ, ബിഗ്ഗസ്റ്റ് സരവണ സ്റ്റോർ ഇൻ ഏഷ്യ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ചെന്നൈ പോയ സമയത്തും സരവണ സ്റ്റോറിൽ പലവട്ടം പോയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നമ്മൾ തിരുനെൽവേലി പോയ സമയത്തും സരവണ സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് പല ഇഷ്ടംപോലെ ഇതുപോലുള്ള ബ്രാൻഡായിട്ടുള്ള വലിയ വലിയ ഷോപ്പിലൊക്കെ പോയ സമയത്തൊക്കെ നമുക്ക് പല രീതിയിലുള്ള എക്സ്പീരിയൻസുകളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റയാനാണെങ്കിൽ ഇത് വാങ്ങിച്ചു തരുമോ കൊച്ച എന്ന് പറഞ്ഞിട്ട് റയാൻ എൻ്റെ ബാക്കിൽ നിന്ന് വിടുന്നില്ല, അവസാനം വരെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് ലേഡീസിന് വേണ്ടിയുള്ള സെഷനാണ്. ഇവിടെയാണ് ആക്ച്വലി എനിക്ക് കൂടുതൽ സമയമാണെങ്കിൽ സ്പെൻഡ് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ ഇവിടെ നിന്നാണ് കുറച്ച് കൂടുതൽ സാധനങ്ങൾ റയാനും വാങ്ങിച്ചത്. അത് കൂടാതെ തന്നെ ഫാമിലി മെമ്പേഴ്സിന് കുറേ പേർക്ക് വാങ്ങിച്ചത്. ഈ കാണുന്ന ഡ്രസ്സ് ഉണ്ട്, വെറും 600 രൂപ മാത്രമേ ഉള്ളൂ. 600 രൂപയ്ക്ക് നല്ല പക്ക കോട്ടൺ മെറ്റീരിയലാണ്. കോട്ടൺ മെറ്റീരിയൽ അതിൻ്റെ പേരിൽ എനിക്ക് റെഡ് കളറിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളതിൻ്റെ പേരിലാണ് ഞാൻ വാങ്ങിച്ചത്. കാണുന്ന ഈ ഡ്രസ്സ് വന്നിട്ട് നസറിന് നമുക്ക് 400 റുപ്പീസിന് വാങ്ങിക്കാൻ പറ്റി. അതും ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. എനിക്ക് എല്ലാം വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും നസറിന് ഇനി ഇത് ഇടാൻ സമയമില്ല. കാരണം വെച്ചാൽ സ്കൂള്, മദ്രസ, കരാട്ട, സ്വിമ്മിങ് ഒക്കെ എപ്പോൾ പഠിച്ച് തീർക്കാനാണ് എന്നുള്ള യാതൊരുവിധ എനിക്ക് തന്നെ ഒരു ബോധമില്ല. കാരണം വെച്ചാൽ അതിനൊന്നും സമയമില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ ഇട്ട് എപ്പോൾ ഇടാനുള്ള സമയം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഇഷ്ടംപോലെ ഡ്രസ്സ് ഐറ്റംസിലാണെങ്കിൽ വാരി പറക്കിയിട്ടിട്ടുണ്ട്. ഓരോ കണ്ടെയ്നേഴ്സിൽ നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒരു ക്യാരി ബാഗുണ്ട് അല്ലെങ്കിൽ ഒരു ബാഗുണ്ട്. ആ ബാഗിൽ നമ്മൾ കളക്ട് ചെയ്യുക, നേരെ പോകാം. ഇങ്ങനെ ഞാൻ ഏറ്റവും അവസാനം ഒരു 3-4 ബാഗ് വാങ്ങിക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്സുകൾ നമ്മൾ പല വെറൈറ്റീസ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഫ്ലോസിലും എസ്കലേറ്റർ ഫെസിലിറ്റിയും ഉണ്ട്. അതുകൂടാതെ തന്നെ ലിഫ്റ്റ് ഫെസിലിറ്റിയും സ്റ്റെപ്പ്
ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ ഓരോ ഫ്ലോറിൽ കയറുന്ന സമയത്തും ഓരോ രീതിയിലുള്ള അനുഭവങ്ങൾ, ഓരോ രീതിയിലുള്ള ഡ്രസ്സ് ഐറ്റംസുകളുടെ കളക്ഷൻസ് ഒക്കെയാണ്. ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരയിൽ കിട്ടാത്ത ഡ്രസ്സ് ഐറ്റംസിലില്ല, അല്ലെങ്കിൽ മധുരയിൽ കിട്ടുന്ന ക്വാളിറ്റി ഓഫ് കോട്ടൺ മെറ്റീരിയൽസിന് ഒരു പ്രത്യേക ഒരു വൈബുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മധുരയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ മധുരയിൽ ശരവണ സ്റ്റോറോ എവിടെ ആയാലും ശരി പോയിക്കോ. പക്ഷേ ശരവണ സ്റ്റോറിനൊരു പ്രത്യേക ഒരു വൈബുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. എല്ലാ സാധനങ്ങളും, വീട്ടിലുള്ള പാത്രങ്ങളടക്കമുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ നിന്ന് വാങ്ങിക്കാം. കൂടുതലായിട്ട് ഞാൻ വാങ്ങിച്ച ഡ്രസ്സ് ഐറ്റംസുകളും പാത്രങ്ങളാണ് കുറച്ച് കൂടുതലായിട്ട് വാങ്ങിച്ചത്. വീട്ടിലാണെങ്കിൽ ആവശ്യത്തിന് വേണ്ടിയുള്ള എല്ലാ ഐറ്റംസിലാണ്. നമ്മൾ ഓരോ ഫ്ലോറിലും കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ രീതിയിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഫുള്ള് സെൻട്രലൈസ്ഡ് AC തന്നെയാണ്, യാതൊരുവിധ പ്രശ്നങ്ങളില്ല. ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ ഇതുപോലുള്ള മൾട്ടി ഫ്ലോർ മാളായാലും ശരി, സ്റ്റോഴ്സ് ആയാലും ശരി, ഷോപ്പിംഗ് കോംപ്ലക്സ് ആയാലും ശരി, എവിടെ പോയി കഴിഞ്ഞാലും ഇരിക്കാൻ വേണ്ടിയുള്ള ചെയർസ് അവർ തരത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അവിടെ നടന്നും പരിപ്പിളവിയപ്പോൾ അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ ഇരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പർച്ചേസിനാണ് വരുമ്പോൾ പർച്ചേസിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലോട്ട് എത്താറായി 6ാമത്തെ നിലയെന്തായ സമയത്താണെങ്കിൽ നമുക്ക് ഷൂസ് ഐറ്റംസിലുള്ള ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് കാണാൻ വേണ്ടി പറ്റിയ സാധാ രീതിയിലുള്ള ചപ്പൽസും ഉണ്ട്, ഷൂസ് ഐറ്റംസും ഉണ്ട്. സ്കൂൾ ഷൂസ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. കണ്ട ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്, കണ്ണെത്താ ദൂരത്ത് കളക്ഷൻസ് ഉണ്ട്, സ്കൂൾ ഷൂസൊക്കെ ഉണ്ട്. അപ്പോൾ പർച്ചേസിങ്ങിൻ്റെ ആ ഒരു ടൈമിന് സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വർത്തായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ ഫ്ലോറിലും കയറി പോകുന്നു. അടുത്ത ഫ്ലോറിൽ കയറിയ സമയത്താണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് കുറേ പാത്രങ്ങളുടെ ഐറ്റംസിൽ. ഇത് ആക്ച്വലി 6th ഫ്ലോറാണ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ 5th ഫ്ലോറാണ്, ഐ തിങ്ക് സോ. അപ്പോൾ നമ്മൾ പാത്രങ്ങളുടെ ഒരു സെഷനാണ് എനിക്ക് ഇഷ്ടംപോലെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ട്രോക്ക് വെച്ചിട്ടുള്ള സ്റ്റീലിലെ പാത്രങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടുത്തെ പാത്രങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ് കേട്ടോ. എനിക്കാണ് ടിഫിൻ ബോക്സ്, കുറച്ച് റൗണ്ടായിട്ടുള്ള ടിഫിൻ ബോക്സ് വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ അതും ഇവിടെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ റയാനാണെങ്കിൽ കുറേ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. റയാൻ ഇഷ്ടപ്രകാരമുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റയാനാണെങ്കിൽ നൈസായിട്ട് വന്നിട്ട് ഡ്രസ്സ് ഐറ്റംസും കൂടുതലായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി റയാൻ നല്ല രീതിയിൽ എടുക്കുകയാണ്. ആ സമയം നസറിനാണെങ്കിൽ ഒരു മൂലയിൽ കയറി അങ്ങ് നിൽക്കും. അപ്പോൾ 1 ഡേ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഞാനും ഫാമിലിയായിട്ട് നേരെ നമ്മൾ രാവിലെ മധുരയിലെത്തുന്നു. 3:30 ആകുന്ന സമയത്ത് തന്നെ എത്തുന്നു. സെയിം ട്രെയിനിൽ തന്നെ അന്ന് രാത്രി 11:25 സെയിം മധുരൈ പുനലൂർ എക്സ്പ്രസ് ട്രെയിനിലാണെങ്കിൽ തിരിച്ചു വരുന്നു. രാവിലെ അതിൻ്റെ അടുത്ത ദിവസം വെളുപ്പിന് 6-6:30 ആവുന്ന സമയത്ത് നമ്മൾ ട്രിവാൻഡ്രത്തെത്തുന്നു. വെരി നൈസ് ജേണി. വെറും ഒറ്റ ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ. തലേ ദിവസം രാത്രി കയറുന്നു, അതിൻ്റെ നെക്സ്റ്റ് ഡേ വന്നിട്ട് വെളുപ്പിനെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കാനും അതുകൂടാതെ തന്നെ ആസ്വദിക്കാനും അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി. പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ചെമ്പ് പാത്രങ്ങൾ, വെങ്കല പാത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസാണ്. ആ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ കേസ്. അപ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി വൈബാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ ഒരു സെഷൻ കണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള ഒരു സൂപ്പർ സംഭവമാണ്. ഐസ്ക്രീം നമ്മൾ വാങ്ങിക്കാൻ സമയത്ത് നമ്മളെ ഏമാത്തി ഐസ്ക്രീം തരുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ആ ഒരു ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാത്രങ്ങൾ ഏത് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് വാങ്ങിക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്നാൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് തടിച്ചപ്പോൾ ടോട്ടൽ ബില്ല് ഇതാ കാണുന്നു ഗായ്സ്.